എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ വന്ദനം. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. 3:23. അതെ, മുണിയിന് ചതിയനുമായ പാമ്പിന്റെ രൂപത്തിൽ വന്ന സാത്താന്റെ വാക്കുകൾ കേട്ട തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ച് ദൈവകൽപ്പന ലംഘിച്ചതിനാൽ ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദത്തിനും ഹവ്വയ്ക്കും ധാരാളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ട് ദൈവത്തിന് അവരോട് കരുണ തോന്നി. അവരുടെ രക്ഷയ്ക്കായി ഒരു രക്ഷകനെ അയക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. തെറ്റ് ചെയ്ത് തന്നിൽ നിന്ന് അകന്നു പോയെങ്കിലും ദൈവം മനുഷ്യരോട് കരുണ കാണിച്ചു. അവരുടെ രക്ഷയ്ക്കായി തന്റെ സ്വന്തം പുത്രനെ തന്നെ അയച്ചു. അതെ, അവിടുന്ന് വാഗ്ദാനം ചെയ്ത രക്ഷകനാണ് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ജനിച്ച ഈശോ. എളിമയുടെ സന്ദേശം ഏവർക്കും പകർന്നു നൽകിക്കൊണ്ട് ബത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ഈശോ ജനിച്ചു. മരപ്പണിക്കാരനായ വിശുദ്ധ യോസേപ്പിതാവിന്റെയും പരിശുദ്ധ കന്യാമറിയത്തെയും അനുസരിച്ചും സഹായിച്ചും രക്ഷകനായ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അപ്പസ്തോല പ്രവർത്തനം 4:12. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവൻ തന്നെ കുരിശിലെ ബലിയായി അർപ്പിച്ച് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മുടെ ആത്മാവിന്റെ ആഹാരമാണ് പരിശുദ്ധ കുർബാന. രക്ഷകനായ ഈശോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഓരോ ബലിയിലും മുറിയപ്പെട്ട അപ്പത്തിന്റെ വീഞ്ഞിന്റെ രൂപത്തിൽ നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്നു. ഇന്നു മുതൽ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മുറിയപ്പെട്ട ഈശോയെ അനുസ്മരിച്ചുകൊണ്ട് ഓരോ ദിവ്യബലിയും ഭക്തിയോടെ അർപ്പിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.